ആൽഫ്രഡ് സ്റ്റുവർട്ട്മാന്റെ കാര്യമാണ്. ആൽഫ്രഡ് സ്റ്റുവർട്ട്മാൻ TH മോർഗന്റെ സ്റ്റുഡന്റ് ആണ്. അയാളാണ് ക്രോമസോം മാപ്പിംഗ് കണ്ടുപിടിച്ച്. ക്രോമസോം മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു ക്രോമസോമിലെ ജീനുകൾ തമ്മിൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ അതിനെയാണ് ക്രോമസോം മാപ്പിംഗ് എന്ന് പറയുന്നത്. ഇയാൾ ജീനുകൾക്കിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ച് റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയുടെ ബേസിലാണ്. രണ്ട് ജീനുകൾ തമ്മിലുള്ള റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എത്രയാണ് അങ്ങനെ കണ്ടുപിടിച്ചിട്ടാണ് അതിന്റെ ബേസിലാണ് ക്രോമസോം മാപ്പിംഗ് നടത്തിയത്. അപ്പോൾ 1% റീകോമ്പിനേഷൻ ആണ്. രണ്ട് ജീനുകൾ തമ്മിലുള്ള റീകോമ്പിനേഷൻ ഫ്രീക്വൻസി 1 ആണെങ്കിൽ അതിന്റെ അവർ രണ്ട് ജീനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനാണ് കൊടുത്ത പേരാണ് 1 സെന്റിമോർഗൻ എന്നുള്ള പേരാണ് കൊടുത്തത്. അപ്പോൾ ക്രോമസോമിലെ ജീനിനിടയ്ക്കുള്ള ആ ഡിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് സെന്റിമോർഗൻ. സെന്റിമോർഗൻ അല്ലെങ്കിൽ ക്രോമസോം മാപ്പ് യൂണിറ്റ് എന്ന് നമുക്ക് പറയാം. അപ്പൊ നമ്മൾ ഒരു 1% റീകോമ്പിനേഷൻ ആണെങ്കിൽ 1 സെന്റിമോർഗൻ, 5% റീകോമ്പിനേഷൻ ആണെങ്കിൽ 5 സെന്റിമോർഗൻ, 15.87 അങ്ങനെ ഇരിക്കട്ടെ, അങ്ങനത്തെ ഒരു ഫ്രീക്വൻസി ആണ് കിട്ടുന്നെങ്കിൽ 15.87 സെന്റിമോർഗൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു കേസിൽ 37.5% ആയതുകൊണ്ട് 37 സെന്റിമോർഗൻ ആയിരിക്കും എന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞ മറ്റൊരു കാര്യം, മാക്സിമം റീകോമ്പിനേഷൻ ഫ്രീക്വൻസി 50% ആണ്. തിയററ്റിക്കലി മാക്സിമം റീകോമ്പിനേഷൻ ഫ്രീക്വൻസി 50% ആണ്. എന്നാൽ പ്രാക്ടിക്കലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 37.5 മാത്രമേ പ്രാക്ടിക്കലി വരികയുള്ളൂ. മാക്സിമം തിയററ്റിക്കലി മാക്സിമം 50% ആണ്. ഇതിന്റെ മീനിങ് എന്തെന്നാൽ 100 പ്രോജനി ഉണ്ടായി കഴിഞ്ഞാൽ മാക്സിമം 50% വരെ അല്ലെങ്കിൽ 50 പേര് വരെ റീകോമ്പിനന്റ് പ്രോജനീസ് ആവാം. ബാക്കി 50 പേരും പാരന്റൽ ടൈപ്പ് പ്രോജനീസ് ആവാം. ഇതാണ് ഇതിന്റെ മീനിങ്. പക്ഷെ അത് തിയററ്റിക്കലി ആണ്. പ്രാക്ടിക്കലി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 37.5 മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. 37.5 കിട്ടുമ്പോഴാണ് നമുക്ക് 9:3:3:1 റേഷ്യോ കിട്ടുക. ഈ റേഷ്യോ ഇതിൽ നിന്ന് ഡിവൈഡ് ചെയ്ത് താഴേക്ക് പോകും. അതായത് പെർസെന്റേജ് റീകോമ്പിനന്റ് പ്രോജനീസിന്റെ നമ്പർ കുറയുക മാത്രമേ ചെയ്യുകയുള്ളൂ, കൂടുകയില്ല. ഓക്കെ ആണല്ലോ. ഓക്കെ, നമ്മുടെ അങ്ങനെ ഈ ഒരു ടോപ്പിക്ക് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വേറെ ടോപ്പിക്കിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അടുത്ത നമ്മുടെ ടോപ്പിക്കാണ് സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ക്രോമസോം ലെവൽ. ക്രോമസോം ലെവലിൽ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഒരു സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങനെ പറയാൻ കഴിയും? ഇതൊരു മെയിൽ സെല്ലാണോ ഫീമെയിൽ സെല്ലാണോ? നമ്മുടെ ഒരു സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒരു ആണിന്റെ സെല്ലാണോ മെയിലിന്റെ സെല്ലാണോ ഫീമെയിലിന്റെ സെല്ലാണോ മെയിലിന്റെ സെല്ലാണോ എന്ന് നമുക്ക് എങ്ങനെ പറയാൻ കഴിയും? അതാണ് നമ്മൾ അടുത്ത പറയാൻ പോകുന്നത്, സെക്സ് ഡിറ്റർമിനേഷൻ ക്രോമസോം ലെവൽ. അപ്പോൾ ക്രോമസോം ലെവലിൽ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ മെയിൻ ആയിട്ട് ഒരു 4 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് നമ്മൾ ക്രോമസോം ലെവലിൽ പറയുക. മെയിൻലി 4 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രോമസോം ലെവലിലുള്ള സെക്സ് ഡിറ്റർമിനേഷൻ ആണ് പറയുക. ഫസ്റ്റ് വൺ ആണ് XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഇത് കാണുന്നത് ഹ്യൂമൻസിലും ഡ്രോസോഫിലയിലും ഒക്കെയാണ് ഇത് കാണുന്നത്. ഹ്യൂമൻ, ഡ്രോസോഫില ഇതൊക്കെയാണ് XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ എക്സാമ്പിൾ എന്ന് പറയുന്നത്. XX എന്ന് പറയുന്നത് ഫീമെയിൽ ആയിരിക്കും, XY എന്ന് പറയുന്നത് മെയിൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ. XX ഫീമെയിലും XY മെയിലും ആയിരിക്കും. അപ്പോൾ ഈ ഒരു കേസ് എടുക്കുക, ഫീമെയിലിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഫീമെയിൽ ഒരു ടൈപ്പ് ഓഫ് ഗ്യാമീറ്റിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ, X ഉള്ള ഗ്യാമീറ്റിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. പക്ഷേ മെയിൽ എടുത്തു കഴിഞ്ഞാൽ മെയിൽ X ഉള്ള ഗ്യാമീറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും, Y ഉള്ള ഗ്യാമീറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും. അതായത് മെയിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഈ ഫിനോമിനെ പറയുന്ന പേരാണ്. ഇവിടെ മെയിൽ XY ക്രോമസോം ആണുള്ളത്. അപ്പൊ മെയിൽ X ഉള്ള ഗ്യാമീറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും, Y ഉള്ള ഗ്യാമീറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ ഈ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മെയിൽ ഹെറ്ററോഗ്യാമിറ്റി. മെയിൽ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇറ്റ് ഈസ് കോൾഡ് മെയിൽ ഹെറ്ററോഗ്യാമിറ്റി. ഓക്കെ ആണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ മെയിൽ ആണ് ഡിസൈഡ് ചെയ്യുന്നത് ഒരു പ്രോജനി മെയിൽ പ്രോജനി അടുത്ത ജനറേഷൻ അടുത്ത കുഞ്ഞ് മെയിൽ ആകണമോ ഫീമെയിൽ ആണോ എന്ന് തീരുമാനിക്കുന്നത് മെയിൽ ആണ്. കാര്യം ഇവിടെ മെയിൽ ആണ് ഹെറ്ററോഗ്യാമിറ്റി. അപ്പോൾ അടുത്ത കുഞ്ഞ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അമ്മയുടെ കോൺട്രിബ്യൂഷൻ X ക്രോമസോം തന്നെയാണ്. അടുത്ത അച്ഛനിൽ നിന്ന് വരുന്ന ക്രോമസോം X ആണോ Y ആണോ അതനുസരിച്ചിരിക്കും കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒരു ഹ്യൂമൻ ബേബിയുടെ അത് മെയിൽ ആണോ ഫീമെയിൽ ആണോ അതിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് അച്ഛനാണ്. അതിന്റെ അച്ഛനാണ്, പെറ്റേണൽ പാരന്റ് ആണ് തീരുമാനിക്കുന്നത്. കാരണം എന്തെന്നാൽ അത് മെയിൽ ഹെറ്ററോഗ്യാമിറ്റി ആണ് കാണിക്കുന്നത്. മെയിൽ 2 ടൈപ്പ് ഓഫ് ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. X ആണ് ഡൊണേറ്റ് ചെയ്യുന്നതെങ്കിൽ X ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് ഫീമെയിൽ ആകും, Y ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ മെയിൽ ആകും. അപ്പൊ നിങ്ങൾ മെയിൽ ആവാനും ഫീമെയിൽ ആകാനും ഒക്കെ ഉള്ള കാരണം എന്തെന്നാൽ നിങ്ങളുടെ അച്ഛനിൽ നിന്ന് വന്ന ക്രോമസോം ആണ്. X ക്രോമസോമും Y ക്രോമസോമും ആണ്. ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഓക്കെ ആണല്ലോ. അതിന്റെ ഫസ്റ്റ് ടൈപ്പ് ആയിരുന്നു XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. എക്സാമ്പിൾ ആയിരുന്നു ഹ്യൂമൻ ആൻഡ് ഡ്രോസോഫില. ഇതായിരുന്നു എക്സാമ്പിൾ.
ഓക്കെ ആണല്ലോ. ഇനി സെക്കൻഡ് ടൈപ്പ് ആണ് XO ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഇത് കാണിക്കുന്നത് ഇൻസെക്ട്സ് ലൈക്ക് കോക്രോച്ച് ഒക്കെയാണ്. കോക്രോച്ചിനെ പോലെ ഉള്ള ഇൻസെക്ട്സ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് സം ഇൻസെക്ട്സ് എന്ന് നമുക്ക് എക്സാമ്പിൾസ് പറയാം. കോക്രോച്ച് ഒക്കെയാണ്. കോക്രോച്ച്, ഗ്രാസ് ഹോപ്പർ, ഇതൊക്കെയാണ് XO ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ കാണിക്കുന്നത്. കോക്രോച്ച്, ഗ്രാസ് ഹോപ്പർ ഒക്കെയാണ് XO ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ കാണിക്കുന്നത്. ഇവിടെയും XX കാണിക്കുന്നത് ഫീമെയിലും XO വരുന്നത് മെയിലാണ് ഇവിടെ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ മെയിൽ രണ്ട് ടൈപ്പ്. XO മീൻസ് O മീൻസ് 0 ആണ് കേട്ടോ. അപ്പൊ ഇവർക്ക് 2 X ഉണ്ട്, ഇവർക്ക് 1 X. 2 X ഉള്ളവർ ഫീമെയിൽ ആകും, 1 X മാത്രമുള്ളവർ മെയിൽ ആയിട്ട് മാറും. അപ്പൊ ഇവരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവരും ഒരു ഗ്യാമീറ്റിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ. X ഉള്ള ഗ്യാമീറ്റിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അതേസമയം ഇവര് X ഉള്ള ഗ്യാമീറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും, X ഇല്ലാത്ത ഗ്യാമീറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ രണ്ട് ടൈപ്പ് ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് പറയാം ഇവിടെയും മെയിൽ ഹെറ്ററോ ഗ്യാമിറ്റി ആണ് കാണിക്കുന്നത്. നമുക്ക് പറയാം മെയിൽ ഹെറ്ററോ ഗ്യാമിറ്റി ആണ് ഇവിടെയും കാണിക്കുക. അപ്പൊ ഈ ഒരു കേസിലും പ്രോജനിയുടെ അടുത്ത ജനറേഷന്റെ കുഞ്ഞിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും? മെയിൽ പ്രോജനി തന്നെയായിരിക്കും. കാര്യം ഇവിടെയും മെയിലാണ് ഹെറ്ററോ ഗ്യാമിറ്റി കാണിക്കുക. ഓക്കെ ആണല്ലോ. ഇതുപോലെ തന്നെ പക്ഷെ ഇവിടെ Y ക്രോമസോം ആണ്, അതിന് പകരം ഇവിടെ ഒരു X ക്രോമസോം കുറവ്, അത്രേ ഉള്ളൂ. ഇവിടെ 2 X ക്രോമസോം എന്നാൽ ഫീമെയിൽ, ഇവിടെ ഒരു X ക്രോമസോം മാത്രം വന്നു കഴിഞ്ഞാൽ അത് മെയിൽ ആയിട്ട് മാറും. അപ്പൊ അത് രണ്ട് ടൈപ്പ് ഗ്യാമീറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യും, X ഉള്ള ഗ്യാമീറ്റിനെയും X ഇല്ലാത്ത ടൈപ്പ് ഗ്യാമീറ്റിനെയും. അങ്ങനെ ഇവിടെയും മെയിൽ ഹെറ്ററോ ഗ്യാമിറ്റി ആണ് കാണിക്കുക. ഓക്കെ ആണല്ലോ. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പാണ് ZW ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഇതിന് സ്പെഷ്യാലിറ്റി ഉണ്ട്, എന്താന്ന് പറയാം. അതിന് മുൻപ് ഇത് കാണിക്കുന്നത് ബേർഡ്സ് ആണ് കാണിക്കുക. ബേർഡ്സ് ആണ് ZW ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ കാണിക്കുന്നത് ബേർഡ്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി ബേർഡ്സിന്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് മെയിൽ ആകും. ഓക്കെ ആണല്ലോ. ഇത് മെയിലും ഇത് ഫീമെയിലുമാണ്. ഈ ഒരു കേസിൽ മാത്രം ഫീമെയിൽ ആണ് ഹെറ്ററോ ഗ്യാമിറ്റി കാണിക്കുക. ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. ഫീമെയിൽ ആണ് 2 ടൈപ്പ് ഓഫ് ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക, മെയിൽ ഒരു ടൈപ്പ് ഗ്യാമീറ്റ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ. അപ്പം ഫീമെയിൽ ഹെറ്ററോ ഗ്യാമിറ്റി കാണിക്കുന്നതിന്റെ എക്സാമ്പിൾ ആണ് ZW. ബേർഡ്സ് ആണ് ഇതിന്റെ എക്സാമ്പിൾ. ഓക്കെ ആണല്ലോ. ZW ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷനിൽ ഫീമെയിൽ ആണ് ഹെറ്ററോ ഗ്യാമിറ്റി കാണിക്കുക. അപ്പോൾ ഒരു കോഴിക്കുഞ്ഞ് അത് മെയിൽ ആകണോ ഫീമെയിൽ ആകണോ തീരുമാനിക്കുന്നത് അച്ഛനല്ല, അമ്മയാണ് തീരുമാനിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ ബേർഡ്സിന്റെ കേസിൽ ഒരു ചൈൽഡിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ഫീമെയിൽസ് ആണ്. അതേസമയം നമ്മളുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ചൈൽഡിന്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് മെയിൽ പാരന്റ് ആണ്, അച്ഛനാണ് തീരുമാനിക്കുക. എന്നാൽ ബേർഡ്സിന്റെ കേസിൽ അമ്മയാണ് തീരുമാനിക്കുക, കുഞ്ഞിന്റെ സെക്സ് എന്താവണം എന്നുള്ള കാര്യം തീരുമാനിക്കുക. ഇതാണ്. അപ്പൊ ഇത് എന്തുകൊണ്ട് XY എന്ന് കൊടുത്തില്ല എന്ന് ആർക്കും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഇതിൽ നിന്ന് ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ XX വന്നാൽ അത് ഫീമെയിൽ ആണ്, ഇവിടെ നമ്മൾ XX കൊടുത്തിരുന്നെങ്കിൽ അത് മെയിൽ ആയിപ്പോനെ. അപ്പൊ അത് കൺഫ്യൂഷൻ ആയിപ്പോനെ. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ZW എന്നുള്ള ഒരു പേര്, ഒരു ലെറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ 3 എണ്ണം പറഞ്ഞു. ZW, XXXY, XXX0 and ZW 3 എണ്ണം നമ്മൾ പറഞ്ഞു. നാലാമത്തെ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ് അടുത്ത ടൈപ്പ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ കാണിക്കുന്നത് ഇത് ഹണി ബീയുടെ ഒക്കെ കേസിലാണ് ഇത് കാണിക്കുന്നത്. ഹണി ബീയുടെ ഒക്കെ സ്പെഷ്യാലിറ്റി ആണ് ഹണി ബി ഒക്കെ പാർത്തനോജെനിസിസ് കാണിക്കും. പാർത്തനോജെനിസിസ് മീൻസ് അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് ഡെവലപ്പ് ചെയ്ത് ഒരു എംബ്രിയോ അല്ലെങ്കിൽ പ്രോജനി ആയിട്ട് മാറും. ഇതാണ് പാർത്തനോജെനിസിസ്. ഹണി ബി ഒക്കെ കാണിക്കുന്നതാണ് പാർത്തനോജെനിസിസ്. അൺഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എഗ് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നു, പുതിയൊരു യങ് വൺ ആയിട്ട് മാറുന്നു. അതാണ് ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ ഹണി ബീയുടെ കേസിൽ കാണുന്നത്. ഇതില് മെയിൽസ് ഹാപ്ലോയിഡ്സ് ആയിരിക്കും ആൻഡ് ഫീമെയിൽസ് ആർ ഡിപ്ലോയിഡ്സ്. ഓക്കെ ആണല്ലോ. ഇവിടെ ഫീമെയിൽ വന്ന് കുറെ മുട്ടയിടും, കുറെ ഹാപ്ലോയിഡ് ആയിട്ടുള്ള മുട്ടയിടും ഫീമെയിൽസ് വന്നിട്ട്. മെയിൽ പോയി അതിലെ കുറെ എണ്ണത്തിനെയൊക്കെ ഫെർട്ടിലൈസ് ചെയ്യിക്കും.
എല്ലാം ഒന്നും ഫെർട്ടിലൈസ്ഡ് ആവത്തില്ല, കുറേയൊക്കെ ഫെർട്ടിലൈസ്ഡ് ആവും, കുറേയൊക്കെ അൺഫെർട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കും. ഈ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന എല്ലാം നേരെ അങ്ങ് ഫീമെയിൽ ആയിട്ട് മാറും. എന്നാൽ അൺഫെർട്ടിലൈസ്ഡ് അത് അൺഫെർട്ടിലൈസ്ഡ് എഗ് ഡെവലപ്പ് ചെയ്ത് മെയിൽ ആയിട്ട് മാറും. അപ്പം മെയിൽ ഉണ്ടാകുന്നത് പാർത്തനോജെനിസിസ് വഴിയാണ്. ഓക്കെ ആണല്ലോ. ഇപ്പൊ സപ്പോസ് എടുക്കുകയാണ്, ഇവിടെ കുറേ എഗ് ഉണ്ട്, കുറേ ഹാപ്ലോയിഡ് ആയിട്ടുള്ള എഗ് ഉണ്ടെന്നിരിക്കട്ടെ, ഇവിടെ കുറേ ഹാപ്ലോയിഡ് എഗ് ഉണ്ട് എന്നിരിക്കട്ടെ. അതിൽ മെയിൽ വന്ന് ഇതിൽ ചിലതിനെയൊക്കെ അങ്ങ് ഫെർട്ടിലൈസ് ചെയ്യിക്കുന്നു. അപ്പം മെയിൽ വരുന്നു, മെയിൽ വന്ന് ചിലതിനെയൊക്കെ ഫെർട്ടിലൈസ് ചെയ്യിക്കുന്നു. അപ്പൊ ഇത് അങ്ങ് ഫെർട്ടിലൈസ്ഡ് ആയിരിക്കട്ടെ, അപ്പൊ 2N ആയി, ഇതും ഫെർട്ടിലൈസ്ഡ് ആയിരിക്കട്ടെ, ഇതും ഫെർട്ടിലൈസ്ഡ് ആയിരിക്കട്ടെ. അപ്പൊ ഇവരെന്തായിട്ട് മാറും? 2N ആയിട്ട് മാറും, അപ്പൊ അത് ഫീമെയിൽ ആയിട്ട് മാറും. ഇതും 2N ആയിട്ട് മാറും, അപ്പൊ അത് ഫീമെയിൽ ആയിട്ട് മാറും. ഇതും 2N ആയിട്ട് മാറും, അപ്പൊ അത് ഫീമെയിൽ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. എന്നാൽ ഈ കേസിലൊക്കെ ഇത് നേരെ ഡെവലപ്പ് ചെയ്ത് ഹാപ്ലോയിഡ് മെയിൽ ആയിട്ട് മാറും. ഈ കേസൊക്കെ നേരെ ഡെവലപ്പ് ചെയ്തിട്ട് ഹാപ്ലോയിഡ് മെയിൽസ് ആയിട്ട് മാറും. പിന്നെ ഹാപ്ലോയിഡ് മെയിൽസ് ഉണ്ടാകുന്ന ഈ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് പാർത്തനോജെനിസിസ്. അപ്പൊ ഇവരുടെ കേസിൽ മെയിൽസ് ആർ ഹാപ്ലോയിഡ്സ് ആൻഡ് ഫീമെയിൽസ് ആർ ഡിപ്ലോയിഡ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മളുടെ NCERT ടെക്സ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഇവരെ കുറിച്ച് ഹാപ്ലോയിഡ് മെയിൽസിനെ കുറിച്ചൊരു പോയിന്റ് പറയുന്നുണ്ട്. അപ്പൊ മെയിൽസിന് അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനില്ല, അല്ലേ? ശരിയാണല്ലോ. അതുപോലെ മെയിലിന് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അത് ഒരിക്കലും ആൺകുഞ്ഞാവില്ല. മെയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവിടെ ഫീമെയിൽസേ വരികയുള്ളൂ, അല്ലേ? അപ്പൊ ഒരു മെയിലിന് അച്ഛനുണ്ടാവില്ല, അതുപോലെ മെയിലിന് മകനും ഉണ്ടാവില്ല. ശരിയാണല്ലോ. ഈ മെയിലിന് അച്ഛനില്ല, അച്ഛൻ ഇൻവോൾവ് ആണെങ്കിൽ അത് ഉറപ്പായിട്ടും ഫീമെയിൽ ആയിട്ടേ മാറുള്ളൂ. അപ്പൊ ഒരു മെയിലിന് അച്ഛനില്ല, ഒരച്ഛന് മെയിൽ പ്രോജനി ഉണ്ടാവുകയും ചെയ്യില്ല. ഓക്കെ ആണല്ലോ. പറഞ്ഞൊക്കെ ഒരു കാര്യമാണ്, മെയിൽ ഹണി ബി അവർക്ക് ഫാദറും ഇല്ല സണ്ണും ഇല്ല, പക്ഷെ ഗ്രാൻഡ് ഫാദറും ഉണ്ടാവാം, ഗ്രാൻഡ് സണ്ണും ഉണ്ടാവാം. ഇനി ഇതിൽ നിന്നൊരു കുഞ്ഞുണ്ടാവാം, ഇതിൽ നിന്നാണുണ്ടാവാം, ശരിയല്ലേ? അതാണ് ഗ്രാൻഡ് സൺ ഉണ്ടാവാം. ഇനി ഈ വന്ന മെയിൽ ഉണ്ടായിരിക്കുന്നത് ഈ ഫീമെയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മെയിലിൽ നിന്നാണ്, അല്ലെ? ഈ ഫീമെയിൽ എല്ലാം ഉണ്ടായിരിക്കുന്ന ഒരു മെയിലിൽ നിന്നാണ്. മെയിലിന്റെ കുഞ്ഞായിട്ടാണ് ഫീമെയിൽസ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ പറയുന്നതാണ് മെയിൽ ഹണീബിക്ക് അച്ഛനും ഇല്ല, മകനും ഇല്ല, ഫാദറും ഇല്ല, സണ്ണും ഇല്ല. പകരം അവർക്ക് ഗ്രാൻഡ് ഫാദറും ഉണ്ടാവാം, ഗ്രാൻഡ് സണ്ണും ഉണ്ടാവാം, പക്ഷെ ഒരിക്കലും അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. അച്ഛനും ഉണ്ടാവില്ല, മകനും ഉണ്ടാവില്ല. ഓക്കെ ആണല്ലോ. ഇതാണ് മെയിൽ ഹണീബിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെയിൽ ഹണീബിക്ക് ഫാദറും ഇല്ല, സണ്ണും ഇല്ല, ബട്ട് ദേ ക്യാൻ ഹാവ് ഗ്രാൻഡ് ഫാദർ ആൻഡ് ഗ്രാൻഡ് സൺ. ഇത് എൻട്രൻസിന് ചോദിക്കാൻ പറ്റിയ ഒരു സെന്റൻസ് ആണ്. ഇത് പറഞ്ഞേക്കുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള ഫീമെയിൽ ഹണീബിയെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്. ഹാപ്ലോയിഡുള്ള മെയിൽ ഹണീബിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഹാപ്ലോയിഡ് മെയിൽസ് ആർ ഓൾസോ കോൾഡ് as ഡ്രോൺസ്. ഹാപ്ലോയിഡ് മെയിൽസിനെ വിളിക്കുന്ന പേരാണ് ഡ്രോൺസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇങ്ങനെ പറന്നു പോകുന്ന ഡ്രോൺ അല്ല, ഈ മെയിൽസിനെ വിളിക്കുന്ന പേരാണ് ഡ്രോൺസ്. ഓക്കെ ആണല്ലോ. ഇതാണ് നാലാമത്തെ ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. XXXY, XXXO, ZZZW, ഹാപ്ലോയിഡ് ഡിപ്ലോയിഡ് ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അപ്പൊ നമ്മളുടെ ഒരു സെല്ല് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവാം, നമ്മൾ ആ കിട്ടിയ സെല്ല് മെയിൽ ആണോ ഫീമെയിൽ ആണോ എന്നുള്ള കാര്യം ഒരു സെല്ലിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ സെക്സ് ഡിറ്റർമിനേഷന്റെ ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് എക്സ് ക്രോമസോം ആണ്, അല്ലേ? ഈ എക്സ് ക്രോമസോംസിനെ ആദ്യമായി കണ്ടുപിടിച്ചത് ഒരു സയന്റിസ്റ്റ് ആണ്. അയാൾ അതിന് പേര് കൊടുത്തു, അൺനോൺ എന്നുള്ള രീതിയിൽ അയാൾ എക്സ് എന്നുള്ള പേര് കൊടുത്തു. അങ്ങനെ അയാൾ ആദ്യം കൊടുത്ത പേരാണ് എക്സ് ബോഡി. ഇത് കണ്ടുപിടിച്ച സയന്റിസ്റ്റിന്റെ പേരായിരുന്നു ഹെൻ കിങ് എന്നാണ്. കോഴി രാജാവ് എന്നൊന്നുമല്ല, ഹെൻ കിങ് എന്നായിരുന്നു അയാളുടെ പേര്. ഹെൻ കിങ് എന്നാണ്. അയാളാണ് ആദ്യമായിട്ട് ഇൻസെക്ട്സിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചത്. ഹെൻ കിങ് ആണ് ആദ്യമായിട്ട് എക്സ് ക്രോമസോമിനെ കണ്ടുപിടിച്ചത്. എന്തായാലും അതിന് പേര് കൊടുത്തു, എക്സ് ബോഡി എന്നുള്ള പേര് കൊടുത്തു. കാര്യം അയാൾക്ക് അറിയില്ലായിരുന്നു, അൺനോൺ ആയതുകൊണ്ട് അയാൾ അതിന് എക്സ് ബോഡി എന്നുള്ള പേര് കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇങ്ങനെയാണ് ഹെൻ കിങ് ആണ് ആദ്യമായിട്ട് ഈ ഒരു കാര്യം ചെയ്തത്. ഓക്കെ ആണല്ലോ. എക്സ് ബോഡി എന്നുള്ള കാര്യം കണ്ടുപിടിച്ചത് ഇൻസെക്ട്സിൽ നിന്നാണ് കണ്ടുപിടിച്ചത്. ഹെൻ കിങ് ആണ് എക്സ് ബോഡി എന്നുള്ള പേര് കൊടുത്തു. ഇനിയും ഒരു ഓർഗാനിസത്തില് ചില എക്സ് ക്രോമസോംസിന്റെ എണ്ണം 1ൽ കൂടുതലാണെങ്കിൽ എക്സ്ട്രാ ഉള്ള എക്സ് ക്രോമസോംസിനെയൊക്കെ ഇനാക്റ്റീവ് ആക്കും. അങ്ങനെ ഇനാക്റ്റീവ് എക്സ് ക്രോമസോംസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാർ ബോഡി. ബാർ ബോഡി എന്ന് പറയുകയാണ്. ഇപ്പോ എത്ര എക്സ് ക്രോമസോം ഉണ്ട്? സപ്പോസ് ഫീമെയിൽസ് എടുത്തു കഴിഞ്ഞാൽ 2 എക്സ് ക്രോമസോം ഉണ്ട്, അല്ലെ? അതിൽ ഒന്നൊഴികെ ബാക്കി എല്ലാത്തിനെയും അങ്ങ് ഇനാക്റ്റീവ് ആക്കും. അപ്പൊ ഒന്നാകെ 2 എണ്ണം ഉണ്ട്, 2ൽ ഒന്നൊഴികെ ബാക്കി എല്ലാത്തിനെയും, അപ്പൊ 2 2ൽ ഒന്നൊഴികെ ബാക്കി എല്ലാത്തിനെയും അങ്ങ്
ഇനാക്റ്റീവ് ആക്കും. അപ്പോൾ ഓരോ സെല്ലിലും ഓരോ ബാർ ബോഡി ഉണ്ടാവും. എന്താണ് ബാർ ബോഡി? ഇനാക്റ്റീവ് എക്സ് ക്രോമസോം ആണ്. ഓക്കെ ആണല്ലോ. ഒരു സെല്ലിന്റെ ഉള്ളിൽ ഒന്നിൽ കൂടുതൽ എക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ ഒന്നൊഴികെ ബാക്കി എല്ലാത്തിനെയും ഒന്ന് ഇനാക്റ്റീവ് ആക്കും. അങ്ങനെ ഇനാക്റ്റീവ് ആക്കിയിരിക്കുന്ന എക്സ് ക്രോമസോമിനെ വിളിക്കുന്ന പേരാണ് ബാർ ബോഡി. ഓക്കെ ആണല്ലോ. സപ്പോസ് ഒരു സെല്ലിൽ ടോട്ടൽ നമ്പർ ഓഫ് 10 എക്സ് ക്രോമസോംസ് ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ബാർ ബോഡി ഉണ്ടാവും? അതിൽ ഒന്നൊഴികെ ബാക്കി എല്ലാത്തിനെയും. അപ്പൊ 10 - 1 = 9 ബാർ ബോഡി ഉണ്ടാവും. നമുക്ക് ഹ്യൂമൻ മെയിലിൽ എത്ര XY എത്ര ബാർ ബോഡി ഉണ്ടാവും? ഒന്നൊഴികെ ബാക്കി ടോട്ടൽ ഒന്നൊഴികെ ബാക്കി എടുത്തിട്ട് 1 - 1 0. അപ്പൊ ഹ്യൂമൻ മെയിലിൽ എടുത്തു കഴിഞ്ഞാൽ 0 ബാർ ബോഡി, ഹ്യൂമൻ ഫീമെയിൽ എടുത്തു കഴിഞ്ഞാൽ 1 ബാർ ബോഡി. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, 10 എക്സ് ക്രോമസോം ഉണ്ടെന്നിരിക്കട്ടെ. ഒരു സെല്ലിന്റെ ഉള്ളിൽ 10 എക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ ആ സെല്ലിൽ എത്ര ബാർ ബോഡി ഉണ്ടെന്ന് ചോദിക്കാം. ആ സെല്ലിലുള്ള ബാർ ബോഡി എത്രയായിരിക്കും? 9 ബാർ ബോഡി ആയിരിക്കും ആ സെല്ലിലുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ക്രോമസോമിന്റെ ബേസിലാണ് നമ്മളുടെ സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുക എന്ന് പറഞ്ഞു അല്ലേ. ക്രോമസോമിന്റെ ബേസിലാണ് സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. ക്രോമസോമിന്റെ ബേസിലാണ് സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യുക എന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്സ് ക്രോമസോം or allosomes. Sex determine ചെയ്യുന്ന chromosomes are called as sex chromosomes or allosomes. Sex determine ചെയ്യാത്ത chromosomes-നെ നമ്മൾ വിളിക്കും autosomes. Sex determine ചെയ്യാത്ത chromosomes-നെ വിളിക്കുന്ന പേരാണ് autosomes. Okay ആണല്ലോ. Chromosomes which determine sex of an organism is called as sex chromosomes or allosomes, and which does not determine sex of an organism is called as autosomes. Okay ആണല്ലോ. അപ്പോൾ സെക്സ് ഡിറ്റർമൈൻ ചെയ്യാത്ത ക്രോമസോംസിനെ വിളിക്കുന്ന പേരാണ് ഓട്ടോസോംസ്. സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ക്രോമസോംസിനെ വിളിക്കുന്ന പേരാണ് സെക്സ് ക്രോമസോംസ് ഓർ അലോസോംസ്. ഓക്കെ ആണല്ലോ. നമ്മൾ അടുത്ത് നോക്കുന്ന ടോപ്പിക്കാണ് മ്യൂട്ടേഷൻ. ഓക്കെ ആണല്ലോ. മ്യൂട്ടേഷൻ എന്നാൽ DNA പെട്ടെന്നുണ്ടാകുന്ന ഒരു ചേഞ്ച് ആണ്. അത് ഹെറിറ്റബിൾ ആയിരിക്കും. DNA ഉണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ ഹെറിറ്റബിൾ ചേഞ്ചസ് ആയിരിക്കും. അങ്ങനെ DNA ഉണ്ടാകുന്ന ഹെറിറ്റബിൾ ആയിട്ടുള്ള ചേഞ്ചസിനെ, അതായത് ഇൻഹെറിറ്റ് ചെയ്ത് പോകുന്ന ചേഞ്ചസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ DNA ഉണ്ടാകുന്ന സഡൻ ഹെറിറ്റബിൾ ചേഞ്ച്, അതിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടേഷൻ. സഡൻ ഹെറിറ്റബിൾ ചേഞ്ചസ് ഇൻ DNA ഓഫ് ആൻ ഓർഗാനിസം ഇസ് കോൾഡ് as മ്യൂട്ടേഷൻ. മ്യൂട്ടേഷന്റെ ഉണ്ടാക്കുന്ന ഏജന്റിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻ. ഓക്കെ ആണല്ലോ. മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന ഏജന്റ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻ. ഈ മ്യൂട്ടാജൻ ഫിസിക്കൽ ആവാം, ഒരു ഫിസിക്കൽ ഏജന്റ് ആവാം, കെമിക്കൽ ആവാം, ബയോളജിക്കൽ ആവാം. ഓക്കെ. അപ്പോൾ മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന, മ്യൂട്ടേഷൻ മീൻസ് സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ DNA ഓഫ് ആൻ ഓർഗാനിസം, അതിനാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. സഡൻ ഹെറിറ്റബിൾ ചേഞ്ച് ഇൻ DNA ഓഫ് ആൻ ഓർഗാനിസം, അതിനാണ് മ്യൂട്ടേഷൻ എന്ന് വിളിക്കുക. മ്യൂട്ടേഷൻ ഉണ്ടാക്കുന്ന ഏജൻസിനെ വിളിക്കുന്ന പേരാണ് മ്യൂട്ടാജൻ ഫിസിക്കൽ ആകാം, കെമിക്കൽ ആകാം, ബയോളജിക്കൽ ആകാം. ഫിസിക്കൽ എന്ന് പറയുമ്പോൾ റേഡിയേഷൻ ആണ് വരിക. എക്സ്റേ, ഗാമാറേ, UV റേ ഒക്കെയാണ് വരുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് 2 കാറ്റഗറി ആക്കാം. ഈ റേഡിയേഷൻസിനെ നമുക്ക് 2 കാറ്റഗറി ആക്കാം. അയണൈസിങ് റേഡിയേഷനും നോൺ അയണൈസിങ് റേഡിയേഷനും. അയണൈസിങ് റേഡിയേഷൻ ആൻഡ് നോൺ അയോണൈസിങ് റേഡിയേഷൻ. ഈ നോൺ അയണൈസിങ്ങിൽ വരുന്ന ആളാണ് UV ഒഴികെ ബാക്കി എല്ലാവരും അയണൈസിങ് റേഡിയേഷൻ വരുന്നതാണ്. ഓക്കെ ആണല്ലോ. UV മാത്രം നോൺ അയണൈസിങ് റേഡിയേഷൻ, എക്സ്റേ, ഗാമാറേ, ബീറ്റാ റേ ഇതൊക്കെ വരുന്നത് അയണൈസിങ് റേഡിയേഷനിലാണ്. എന്നാൽ UV വരുന്നത് നോൺ അയണൈസിങ് റേഡിയേഷൻ. നമ്മുടെ അടുത്ത് കെമിക്കൽസിന്റെ കേസാണ് പറയുന്നത്. കെമിക്കൽസ് കുറെ വരുന്നുണ്ട്. ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സ്, ഇത് എന്താണെന്ന് ജസ്റ്റ് പേര് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. ആൽക്കൈൽ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സ്. പിന്നെ ഇന്റർകലേറ്റിംഗ് ഏജന്റ്സ്, ഇതൊക്കെയാണ്. DNA ഇടയിലേക്ക് കയറിയിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് ഇന്റർകലേറ്റിംഗ് ഏജന്റ്സ്. ആൽക്കൈലേറ്റിംഗ് ഏജന്റ്സ്, ഇന്റർകലേറ്റിംഗ് ഏജന്റ്സ്, ഇതൊക്കെയാണ് കെമിക്കൽ മ്യൂട്ടാജൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഈ ബയോളജിക്കൽ മ്യൂട്ടാജൻസ് പറയുന്നതാണ് വൈറസ് ഒക്കെയാണ്. ബയോളജിക്കലി മ്യൂട്ടാജൻസിൽ വരുന്നത് വൈറസ് ഒക്കെയാണ് ബയോളജിക്കൽ മ്യൂട്ടാജൻസിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ എന്നാണ് പറയുക. ഫിസിക്കൽ റേഡിയേഷൻ ഉണ്ട്. റേഡിയേഷൻ തന്നെ രണ്ടായിട്ട് നമുക്ക് പറയാം. അയണൈസിങ് റേഡിയേഷനും നോൺ അയണൈസിങ് റേഡിയേഷനും. UV മാത്രമാണ് നോൺ അയണൈസിങ് റേഡിയേഷൻ.
അടുത്ത് നമ്മൾ പറയുന്നത് കെമിക്കൽ ഏജൻസ് ആണ്. കെമിക്കൽ ഏജൻസ് അത് മെയിൻ ആയിട്ട് നമുക്ക് പറയാം ആൽക്കലൈറ്റിംഗ് ഏജന്റ്, ഇന്റർകലേറ്റിംഗ് ഏജന്റ് എന്നൊക്കെ ഇങ്ങനെ നമുക്ക് 2-3 ഗ്രൂപ്പായിട്ട് നമുക്ക് പറയാം. അടുത്ത മൂന്നാമത്തെ ഗ്രൂപ്പാണ് ബയോളജിക്കൽ ഏജൻസ്. അവർ വൈറസ് ആണ് ബയോളജിക്കൽ ഏജൻസ് എന്ന് വിളിക്കുക. അങ്ങനെയുള്ള വൈറസിനാണ് അങ്ങനെ മ്യൂട്ടേഷൻ ഉണ്ടാക്കുക, അങ്ങനെ ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന വൈറസ് ഉണ്ട്. ക്യാൻസർ ഒക്കെ ഉണ്ടാക്കുന്ന വൈറസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓങ്കോ വൈറസ് എന്നാണ് പറയുന്നത്. ക്യാൻസർ ഉണ്ടാക്കുന്ന വൈറസിനെ വിളിക്കുന്ന പേരാണ് ഓങ്കോ വൈറസ്. അവർക്ക് ഇങ്ങനെ മ്യൂട്ടേഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് ഏജൻസ് ഓഫ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത പറയുന്നത് മ്യൂട്ടേഷന്റെ ടൈപ്സ് പറയുകയാണ്. മ്യൂട്ടേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് പറയുകയാണ്. ഫസ്റ്റ് ആണ് അഡീഷൻ. അഡീഷൻ മ്യൂട്ടേഷൻ. അഡീഷൻ മ്യൂട്ടേഷൻ നമുക്ക് വീണ്ടും പറയാം. ഒന്നുകിൽ വേറൊരു പേര് പറയാം, ഇൻസേർഷൻ മ്യൂട്ടേഷൻ എന്ന് പറയാം. ഇപ്പൊ ഇതൊരു ക്രോമസോം ആണെന്നിരിക്കട്ടെ. ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് എക്സ്ട്രാ ഒരു പാർട്ടും കൂടെ ആഡ് ചെയ്യുന്നിരിക്കട്ടെ. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് അഡീഷൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ മ്യൂട്ടേഷൻ. ഇനി രണ്ടാമത്തെയാണ് ഡിലീഷൻ മ്യൂട്ടേഷൻ. ഇത് നോർമലി ഒരു ക്രോമസോം ആണ്, അതിന്റെ ഒരു പാർട്ട് അങ്ങ് മുറിഞ്ഞു പോകുന്നു. ഇതിനെയാണ് നമ്മൾ ഡിലീഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ല, ഒരു പാർട്ട് അങ്ങ് അടർന്നു പോകുന്നതിനാണ് ഡിലീഷൻ മ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി വേറൊരു മ്യൂട്ടേഷൻ ആണ് സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. ഇപ്പൊ ഇതൊരു ക്രോമസോം ആയിരുന്നു എന്നിരിക്കട്ടെ. സപ്പോസ് ഒരു ക്രോമസോം ആണെന്നിരിക്കട്ടെ. ഇതിന്റെ ഒരു പാർട്ട് മാറി വേറൊരു പാർട്ട് ഇവിടേക്ക് വരുന്നു. ഇതിന്റെ ഒരു പാർട്ട് അവിടെ നിന്ന് മാറുന്നു, എന്നിട്ട് അവിടേക്ക് വേറൊരു പാർട്ടിനെ കൊണ്ടുവന്ന് റീപ്ലേസ് ചെയ്യുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. നമുക്കറിയാം DNA ഡബിൾ ഹെലിക്സ് ആണ് എന്നൊക്കെ നമുക്കറിയാം. ഇപ്പൊ അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, അഡിനിൻ ഇങ്ങനെ പോവുകയാണെന്നിരിക്കട്ടെ. അപ്പൊ ഇതിന് കോംപ്ലിമെന്റ് ആയിട്ട് ഇവിടെ അഡിനിൻ വരികയാണെങ്കിൽ ഇവിടെ തൈമിൻ വരും, ഇവിടെ ഗ്വാനിൻ ആണെങ്കിൽ ഇവിടെ സൈറ്റോസിൻ, ഇവിടെ തൈമിൻ ആണെങ്കിൽ ഇവിടെ അഡിൻ വരും, ഇവിടെ സൈറ്റോസിൻ ആണെങ്കിൽ ഇവിടെ ഗ്വാനിൻ വരും, ഇവിടെ അഡിൻ ആണെങ്കിൽ തൈമിൻ വരും. ഇങ്ങനെയാണ് പോവുക. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഇത് ന്യൂക്ലിയോറ്റൈഡ്. ഒന്നിനെ മാത്രം ന്യൂക്ലിയോറ്റൈഡ് എന്ന് വിളിക്കും. നമ്മൾ ഇതിനെ വിളിക്കും ഒരു ബേസ് പെയർ. ഇതൊരു ബേസ് ആണ്, ഇത് ബേസ് പെയർ ആണ്, ഇത് ബേസ് പെയർ ആണ്, ഇത് ബേസ് പെയർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഒരു ബേസ് പെയറിനെ മാത്രം അഫക്ട് ചെയ്യുന്ന മ്യൂട്ടേഷൻ. അടുത്ത് പറയാൻ പോകുന്നത് ഒരു ബേസ് പെയറിനെ, സിംഗിൾ ബേസ് പെയറിനെ മാത്രം അഫക്ട് ചെയ്യുന്ന മ്യൂട്ടേഷനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻസ്. ഓക്കെ ആണല്ലോ. ഒരു ബേസ് പെയറിനെ മാത്രം, സിംഗിൾ ബേസ് പെയറിനെ മാത്രം അഫക്ട് ചെയ്യുന്ന മ്യൂട്ടേഷൻസിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഒരു സിംഗിൾ ബേസ് പെയറിനെ മാത്രം അഫക്ട് ചെയ്യുന്ന മ്യൂട്ടേഷൻസ് ആണ് പോയിന്റ് മ്യൂട്ടേഷൻ. ഓക്കെ ആണല്ലോ. മ്യൂട്ടേഷൻസ് വിച്ച് അഫക്ട് എ സിംഗിൾ ബേസ് പെയർ ഈസ് കോൾഡ് as പോയിന്റ് മ്യൂട്ടേഷൻ. സിംഗിൾ പോയിന്റിനെ മാത്രം അഫക്ട് ചെയ്യുന്നതാണെങ്കിൽ പോയിന്റ് മ്യൂട്ടേഷൻ എന്നാണ് നമ്മൾ വിളിക്കുക. പോയിന്റ് മ്യൂട്ടേഷൻ പല തരത്തിലാവാം. അങ്ങ് ഡിലീറ്റ് ആയി പോകുന്നതാവാം. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ പറഞ്ഞ എക്സ്ട്രാ ഒരെണ്ണം കയറി വരുന്നതാവാം. ഇങ്ങനെ എക്സ്ട്രാ ഒരെണ്ണം കയറി വരുന്നതാവാം. അപ്പൊ ആണെങ്കിൽ അത് വിളിക്കാം അഡീഷൻ, ഇൻസേർഷൻ. ആദ്യം പറയുന്നതായിരുന്നു ഒരെണ്ണം അങ്ങ് ഡിലീറ്റ് ആയി പോയാൽ ഡിലീറ്റ് മ്യൂട്ടേഷൻ ആവും, ഡിലീഷൻ മ്യൂട്ടേഷൻ ആവും. ഒരെണ്ണം എക്സ്ട്രാ കയറി വന്നു കഴിഞ്ഞാൽ ഇൻസേർഷൻ മ്യൂട്ടേഷൻ ആവും. ഇനി നിങ്ങൾ +2 വേറൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, അടുത്ത ചാപ്റ്റർ ഒക്കെ ആകുമ്പോൾ പഠിക്കും ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഒക്കെ നമ്മൾ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. എന്താണ് ഫ്രെയിം ഷിഫ്റ്റ് മ്യൂട്ടേഷൻ ഒക്കെ ഉള്ള കാര്യം നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. ഇപ്പൊ നമ്മൾ ഇത്ര മാത്രമേ ഉള്ളൂ. മ്യൂട്ടേഷന്റെ ഏജൻസ് എന്തൊക്കെയാണ്? മ്യൂട്ടാജൻ എന്നാണ് വിളിക്കുന്നത്. മെയിൻ ആയിട്ടുള്ള ഏജൻസ് പറഞ്ഞു. മേജർ ടൈപ്സ് നമ്മൾ പറഞ്ഞു പോയി. അഡീഷൻ അല്ലെങ്കിൽ ഇൻസേർഷൻ, ഡിലീഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് പോയിന്റ് മ്യൂട്ടേഷൻ. പോയിന്റ് മ്യൂട്ടേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? സിംഗിൾ ബേസ് പെയറിനെ മാത്രം അഫക്ട് ചെയ്യുന്ന മ്യൂട്ടേഷൻസിനെ വിളിക്കുന്ന പേരാണ് സബ്സ്റ്റിറ്റ്യൂഷൻ മ്യൂട്ടേഷൻ. ഓക്കെ ആണല്ലോ.